कृष्ण कृष्ण हरे हरे ओम श्रीकांतद्विकन्यो भवन्युदवन स्कन्देन्द्रनन्द्यादयः प्राचीनो गुरुगोपीयस्य कर्णालेशाद्गदागत्वं तं सर्वादिगुरुं मनोजवरुषं मन्दस्मितालङ्कृतं चिन्मुद्राङ्कितमुद्रवाणिनलिनं चित्ते शिवं कुर्महे नमस्तदसे नमस्तदसत्पदे नमस्तकीना गुरोहाणां चक्षुषे नमो दिवे नमः पृथिव्यै नमः गुरुभ्यो नमः पीताम्बरं करजातिकशङ्खचक्रं कौमोदगी सरसिजं कर्णासमुद्रं राधासहायमतिसुन्दरमन्दहासं दिवामयामि നമ്മൾ 2 നാളാ നല്ല പ്രഭാഷണമെല്ലാം കേട്ട് ഭക്തിയിലെ എപ്പോഴാകും ഭക്തി എന്നുള്ളതിനെ മുഴുകി കണ്ണിലേത് ധാരധാരയാ വെള്ളമെല്ലാം വന്ന് അത്രയും നല്ല പ്രഭാഷണങ്ങളെല്ലാം നമ്മൾ കേട്ടോ. അതിൻ്റെ കൂട്ടത്തില് ഉങ്ങളോട് കൂടെയുള്ള ഞാൻ എനിക്ക് தெரிஞ்சതുപോലെ 4 தெரிஞ்சത് ചൊല്ലരെ അതും உங்களுக்கு എല്ലാവർക്കും ഇഷ്ടപ്പെടണമേ എന്ന് ഭഗവാന്റെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചൊല്ലട്ടെ. നമ്മൾ ഇങ്ങനെ ചൊല്ലിയിരുന്നത് മുജുകുന്ദ സ്തുതി എന്നുള്ളതാണ്. മുജുകുന്ദ സ്തുതി എന്നുള്ളത് അത് ശൈവവും ശാക്തവും ശൈവവും വിഷ്ണുവും വൈഷ്ണവും രണ്ടും ചേർന്നതാക്കും ഇന്ന് മുജുകുന്ദനുള്ള ചക്രവർത്തി. അപ്പൊ അത് ചക്രവർത്തി നമ്മൾ നേരത്തെ വാർഷിക സമയത്തിന് വിശ്വാമു വംശത്തില് വന്ന രാജാക്കന്മാരോടെല്ലാം പേര് ഓരോന്നാ വാർഷിക വൃന്ദത്തില് ഇവരോട് പേര് ഇവരോട് അപ്പാട് മാതാവിനോട് പേര് വന്നത് മുജുകുന്ദരോട് പേര് വന്നത് എല്ലാം വന്നത്. മുജുകുന്ദൻ ആരും ചൊല്ലാനാ ഒരു കൊരങ്കായിരുന്നത്. മുജുകുന്ദർ ഒരു കൊരങ്കായിരുന്ന സമയത്തിന് പക്ഷെ ഇത് കൊരങ്കായിരുന്നത് അവരാക്കും മാതാവ് ഇതെല്ലാം ഇവ 2 പേർക്കും ദൈവം ലോകത്തിനൊന്നും നടക്കാതെ ഒരു നാളേക്ക് ഒരു പുലി വരട്ടേണ്ടി വന്നത്. இந்த ഒരു കുരങ്ങ് മരത്തിന് മേലെ കയറി ഉക്കാണ്ടപ്പോ പുലി താഴെ ഉക്കാണ്ട് കുരങ്ങ് ഇറങ്ങി വറുത്ത പിടിക്കലാണ്. അപ്പൊ இந்த കുരങ്ങൾക്ക് ഭയം കാരണം അങ്ങോട്ടുള്ള ഇലയെ പിച്ച് താഴെ പോയിട്ടുണ്ടെന്നത് തൂക്കം വരാൻ വേണ്ടി അത് ഒരു ശിവരാത്രിയും കൂടി ആയിരുന്നു. അങ്ങ് ശരിക്കും ചെല്ലപ്പോൾ ആ ത്യാഗരാജ കോവിലുള്ള മണ്ണിലുള്ള ശിവലിംഗം ഉണ്ട്. തനിയെ വന്നത് സ്വയം அந்த സ്വയംഭൂ ലിംഗമാക്കും അങ്ങ് അന്നൊക്കെ ഇരുന്നിருக்கு. അങ്ങ് ഇരുന്നപ്പോ അന്നൊക്കെ ശിവരാത്രി ആണെന്നാണ് ദേവിയും കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ இந்த രാത്രി മുഴുവൻ இந்த ലിംഗത്തോടെ എല്ലാം മുഴുവൻ താഴെ പിടിച്ച് പോയിട്ടുണ്ടെന്നിട്ട് പ്രഭാതമായപ്പോ പുലി വറുത്ത പോച്ച് അപ്പോ കുരങ്ങ് താഴെ ഇറങ്ങുന്നത്. അപ്പൊ രാത്രി മുഴുവനും എങ്ങനെ 2 പേർക്കും പുലി ഫുള്ളൊക്കാണ്ട് ലിംഗത്തെ മുഴുവൻ വരച്ച് പോട്ടതിനാല് അവനക്ക് എല്ലാ ലിംഗവും പറഞ്ഞില്ലേ. ആ 2 പേരും കൂടെ കുരങ്ങ് അനുഗ്രഹിച്ചപ്പോ ചൊന്നാ നീ അടുത്ത ജന്മത്തിന് നീ ഒരു ഒന്നെ ആർക്കും തോൽപ്പിക്കാൻ முடியாത്ത ഒരു നല്ല ചക്രവർത്തി ആയിട്ടാണ് അവനക്ക് അടുത്ത ജന്മം. പക്ഷെ ഇത് കൊലകാനാലും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് കൊലകാനാലും അത് ഏതോ ജന്മത്തിൽ പുണ്യം ചെയ്തതിനാണ് തന്നെ അവർക്ക് ചെയ്യാൻ முடிஞ்சிല്ല. അപ്പോഴും അത് നല്ല മനസ്സുകൊണ്ട് അത് അവാർഡ് ചൊല്ലും. എനിക്ക് അടുത്ത ജന്മം വന്നാലും എനിക്ക് ரொம்ப അഹങ്കാരം വരാതിരിക്കുന്നതിന് വേണ്ടി എനിക്കൊരു കുരങ്ങോട് മുഖം കൊടുക്കും. കുരങ്ങു എന്നെ பார்த்தா அப்படி ரொம்ப നന്നാവും ഇരിക്കുന്നത്. അത് കണ്ണാടിയിൽ பார்த்தா എനിക്കൊരു அப்படி തോന്നിനാൽ തന്നെ എനിക്ക് അഹങ്കാരവും വരാതെ அப்படி വേണമെന്ന് ചൊല്ല്. அப்படி அந்த കുരങ്ങാർക്കും മുജുകുന്ദ രാജാവായിട്ട് മാന്ധാത എന്നുള്ള രാജാവിന് പറഞ്ഞു. അതിനെ അങ്ങ് ഒരു ചിന്ന ഒരു വേറൊരു വ്യത്യാസം ഇരിക്കുന്നതിന് നമ്മുടെ മാന്ധാത പുറത്തത് അത് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു അവൾക്ക് കുഴന്തയില്ലായിരുന്നത് മാതാതാവോട് പങ്കാളിക്കും. അപ്പൊ കുഴന്തയില്ലായിരുന്നപ്പോഴത്തേക്കും പൂജയെല്ലാം പണി ജപിച്ച് ഒരു വെള്ളം വെച്ചെടുക്കാം. അത് ഇവരോട് അമ്മയെ കുടിക്കണം. രാത്രി തൂക്കത്തില് അറിയാതെ ഈ ഗ്രാമത്തില് അപ്പ കുടിച്ചു. അപ്പൊ അപ്പ കുടിച്ച ഉടനെ എന്നാ വെച്ചാൽ അവർക്ക് എടുത്തു ഗർഭം. അപ്പൊ അത് കുഴപ്പം ഗർഭം വന്നു വെച്ചാൽ കുഴഞ്ഞ അയച്ചു. അപ്പൊ എപ്പോ എടുക്കാൻ വേണ്ടിയും അപ്പോഴാകും ഇപ്പൊ നമ്മൾ നടത്തണ ഓപ്പറേഷൻ എല്ലാം നടക്കണ മാതിരി ശുശ്രൂഷൻ എന്നുള്ള അവർ ലോകത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഓപ്പറേഷൻ ഇൻ ദ വേൾഡ് എന്ന് വേണം சொல்லலாம். அப்படி அவரோட வயர்லேருந்து அந்த குழந்தை எடுத்தார். அப்படி அந்த குழந்தைக்கும் அப்போ அந்த குழந்தைக்கு பால் கொடுக்க முடியாது. ஆண்கள்லாம் வந்துருக்கு குழந்தை. அப்போ இந்திரன் அங்கேருந்து மாந்தாதா கிட்டும் பால் கொடுத்தார். அப்படியாக அவருக்கு മാന്ധാതാന്നുള്ള പേര് വന്നത്. அந்த മാന്ധാതാவோட പുള്ളകളിൽ ഏറ്റവും നല്ല പുള്ളയായിട്ട് വന്നതാക്കി ഇന്ന് മുജുകുന്ദ ചക്രവർത്തി. ഇന്ന് മുജുകുന്ദ ചക്രവർത്തി ലോകത്തിലെ മുഴുവൻ ശിവനോട് ഫുൾ അരുളാക്കും. ഒന്നോട് ഒന്നേ ഇരിക്കണം. ഇതുമേലെ ആർക്കും തോൽപ്പിക്കാൻ முடியாതെന്നുള്ള അരുള അത്രയും നല്ല നല്ല മനസ്സുള്ളതാണ്. മനസ്സുള്ള രാജാവായിട്ടുണ്ട്.
പോയി കേൾക്കും അനാകളൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ചിലർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മുജുകുന്ദനിന്റെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല, நீங்க இங்கே உங்களுக்கு ஒரு பிரச்சனை இருக்காது, அவன் இங்கே வந்து உங்களுக்கு காத்திரட்சிப்பா சொல்லியாச்சு. உடனே முஜுகுந்த ராஜாவோட காலில் போய் விட்டுட்டு முஜுகுந்த ராஜாவு அப்படி அவளை தேவலோகத்தை கம்ப்ளீட்டு காத்துட்டே இருக்க. காத்துட்டே இருக்கிறதுன்னா பகல் ராத்திரி தூங்காம கண்ணு முடிச்சு காத்துட்டு இருக்காரு. എത്രയോ വർഷം அப்படி നീങ്ങി പോയി அப்படி പോയി വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് മഹാദേവന്റെ സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യ സ്വാമി വന്നപ്പോ രാമനോട് നായകനല്ലവാ സേനാപതി അല്ലവാ, ദേവന്മാരുടെ സേനാപതി വന്നാച്ചേ. അപ്പൊ ഇപ്പൊ മുരുകനായിട്ട് തോൽപ്പിക്കാൻ முடியாது എന്നുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോ ഇവരെണ്ണം ചൊല്ലുക, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ കാത്തു രക്ഷിച്ചു, ഇനി உங்களுக்கு ഭൂലോകത്തിൽ പോരാം, നിങ്ങൾക്ക് അടുത്ത സേനാധിപതി വന്നാச்சு. அப்படி இவன் சொல்லி കഴിഞ്ഞപ്പോ ഇവരൊക്കെ ശരി മോളത്തേക്ക് വരുമ്പോ ഒരുങ്ങി പോകണമെന്ന് ബോധയാക്കും. ഇവ അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം ചൊല്ലുക, പിന്നെ ഇനിമോ നമ്മളോട് ഭൂമിയിലുള്ള വർഷങ്ങളൊന്നും അല്ലവേ അല്ല. അപ്പൊ എത്രയോ കാലം പോയാച്ച്, ഈ യുഗം തന്നെ കഴിഞ്ഞു പോയാച്ച്. അപ്പൊ അവൻ ചൊല്ലുക, നീ പോയ സമയത്ത് നീ വിചാരിച്ചിട്ടുള്ള രാജ്യമൊന്നും അങ്ങയില്ലേ, ഒന്നോട് കൂടെ ജീവിച്ചവാൾ ആരും അങ്ങയില്ലേ, വേറൊരു ഇതിലെ ആരും അങ്ങ് നിൽക്കരുത്. അതുകൊണ്ട് നീ അങ്ങ് പോയിട്ട് ഇനി പുതുശായിട്ട് തുടങ്ങാക്കണം, അല്ലാതെ ഒന്നോടുള്ള ആരും അങ്ങ് ഇല്ല എന്നുള്ളതെല്ലാം ചൊല്ലിവിടുക. അപ്പോൾ ചൊല്ലിവിട്ട് കഴിയത്ത് ശരി പോയിട്ട് പറയുന്നില്ല. പക്ഷേ ഇവരാദ്യം ഇപ്പോഴും ചൊല്ലുക, തിരുവാരൂരിലുള്ള ഉത്സവമൂർത്തിനാണ് ചൊല്ലുക. ചൊല്ലുമ്പോൾ നമുക്ക് എങ്ങനെ കറക്റ്റായി தெரியாது, ചൊല്ലുന്നുണ്ട്. അപ്പൊ തിരുവാരൂർ കിട്ടക്കയുമുള്ള 5 കോവിലെ ഉത്സവമൂർത്തികളുണ്ട്. അപ്പൊ ഇവരെന്നെ ചെയ്തത്, ഇവരൊരു ശിവനോട് മൂർത്തിയെ വെച്ച് അത് പൂജ പണിയിലേ പറയുന്നത്. അത് പൂജ പണിയെടുക്കാത്ത ഇന്ദ്രനൊക്കെ തോന്നും ഇവർക്ക് ഇത്ര ശക്തി കിടച്ചത് ഇதை പൂജിച്ചിട്ടാക്കണേ, ഇത് ഉത്സവമൂർത്തിയെ പൂജിച്ചിട്ടാക്കണേ. അപ്പൊ ഞാൻ എന്നാ ഒരു കാര്യം തരാം, ഇതേപോലെ ഒരു 5-6 ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചിട്ട് ഒരേപോലെ അമ്മ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കുമ്പോൾ ചേർത്ത് അമ്മ തെറ്റി പോനാ ഒറിജിനൽ ഞാൻ വെച്ചിട്ടില്ല, ഇവിടെയുള്ള ഒരു ഇതില് കൊണ്ടുവരുന്നത്. പക്ഷെ എന്നൊക്കെയും നമ്മൾ പൂജിച്ചിട്ടൊക്കെ ദേവി നമുക്ക് തരുമേ മനസ്സേ ഇത് കറക്റ്റ് അവരോട് എടുത്തിട്ട് വരും. അപ്പൊ അവൻ എന്താ ചെയ്താൽ നീ ശരി നീ നിന്ന് ആരെ എടുത്തുകൊണ്ട് പോയോ ചോദിക്കുക, അതാക്കും തിരുവാരൂരിലുള്ള ഫേമസ് ആയിട്ടുള്ള ശിവൻ കോവിലുള്ള മൂർത്തികൾ. അപ്പൊ ഇവർ അത് കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് ചോദിച്ചാൽ നിങ്ങളൊക്കെ പുറത്ത് ഇത്ര നാളെ കണ്ണ് അടക്കാക്കി പാത്രങ്ങളുണ്ടാച്ചാൽ അത്ര ക്ഷീണം ഉണക്കുണ്ടാവും. അത്ര ക്ഷീണം ഉണക്കി എത്തുന്നതിനല്ല നീ അങ്ങ് പോയിട്ട് അപ്പൊ ഇവരുടെ എന്തോ ഇപ്പൊ ക്ഷീണമായിരുന്നു, എനിക്ക് തൂങ്ങി എഴുതുക, ഞാനായിട്ട് തൂങ്ങി എഴുതിക്കണം, അല്ലാതെ എന്നെ ആരും എഴുപ്പപ്പെടാതെ അതൊക്കെ നിങ്ങൾ ദേവലോകത്തുള്ള വേണം നിങ്ങൾക്ക്. അപ്പൊ ഇവരെന്താണ് മുക്തി കേൾക്കുന്നത്, ഓനക്ക് മുക്തി എന്നുള്ള സാധനം മാത്രം നിങ്ങൾക്ക് ദേവന്മാർക്ക് കൊടുക്കത്തുള്ള അവകാശം കഴിയാതെ. എന്നാൽ ദേവലോകത്തിലുള്ള അഭിനയിക്കാൻ നമ്മൾ ആദ്യമേ പറഞ്ഞു സുഖമനുഷ്യല്ല, ദേവന്മാർക്ക് മുക്തി ആവാം, നമ്മളോട് അമൃതമല്ല വേണ്ടത്, ഭാഗവതാമൃതമാക്കും ഞാൻ പരീക്ഷിച്ച് കൊടുക്കാൻ പോയെന്ന് ചൊന്നത് നമ്മളതിന് ചൊല്ലുമേ. അതേമാതിരി ചൊല്ലുക നിങ്ങൾക്ക് മുക്തി ഒന്നും തരാൻ முடியாது, ശരി നീங்க പോകുമ്പോൾ അപ്പൊ ഒന്ന് വരം കൊടുത്താച്ച് ഇടയിൽ ആരെ എഴുപ്പിനാനാ அந்த அதில் ஒரு காரியம் உண்டு, இந்த சன்ரைஸுக்கு கண்ணில் பட்டுட்டே இருந்துக்கல எத்தனை வருஷம். அப்போ அந்த வயசோட அந்த ஒரு இது உள்ளாங்க. அப்போ அதுകൊണ്ടാണ് അത് ചിലവുണ്ട് പോകും, അത് ഭയങ്കര തീക്ഷ്ണமாக இருக்கும். அந்த തീക്ഷ്ണതയിലല്ലപ്പം அந்த വയസ്സിൽ നമ്മളോട് ജീവൻ പോകും ചൊല്ലിയിരിക്കാം. അതാക്കും മുജുകുന്ദൻ എന്നുള്ളതോട് നമ്മൾ 50-ാമത്തെ 51-ാമത്തേമായിട്ട് വാശിക്കപ്പെട്ട മുജുകുന്ദ ചക്രവർത്തി എപ്പോഴും ഉണ്ടാകാൻ എന്നുള്ളതാക്കും ഞാൻ ചോദിക്കും. പിന്നെ അപ്പോൾ സമയത്ത് നമ്മൾ കാലയവനോട് കാര്യം ചോദിക്കും, കാലയവനാക്കും അല്ല. അപ്പൊ കാലയവനൻ ആരെന്ന് കേട്ടാലാക്കാം അവരും അതിനോട് ഇതുമായി ഒരു നേരത്തെ വൃത്രാസുരനോട് കാര്യം ചോദിക്കാൻ പറ്റിയ അതുമാതിരി വേറൊരു അബദ്ധത്തിലെന്ന് പറഞ്ഞതാക്കും. അതാണിത് യാദവന്മാർക്കെല്ലാം ഒരു കാലം കഴിഞ്ഞുകൊണ്ട് കൃത്യം അഹങ്കാരമെല്ലാം വന്നത്. അതായത് നമ്മൾ കൂടെ ഇഷ്ടപ്പെട്ട ആൾ ഭയങ്കര പവർഫുള്ളാക്കും. ഇപ്പൊ നമ്മൾ തന്നെ കാര്യം ചെയ്യാനൊക്കെ മന്ത്രിയോട് ഭയങ്കര കണ്ടാണ് അവർ ഭയങ്കര ദരിദ്രമാണ് ചെയ്തത്. അതുപോലെ യാദവന്മാർക്ക് മറ്റന്നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ ഞങ്ങളോട് കൂടെ ഉണ്ട്, അപ്പൊ ഞങ്ങൾ ആരും ഒന്നും ചെയ്യാൻ முடியாது എന്നുള്ള ഒരു അഹങ്കാരമെല്ലാം വന്നത്. അപ്പോഴാക്കും ഒരു ആദ്യം നമ്മൾ പാത്രക്കും കുചേലൻ പോയപ്പോഴത്തേക്കും അതാണ് തോന്നെ അന്ത അറ്റത്തിലുള്ള ആൾക്ക് അഹങ്കാരം കാണാതെ കുചേലൻ പോയപ്പോഴത്തേക്കും ഭഗവാൻ എന്നെ ചെയ്താൽ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കൂട്ടിയിട്ട് വന്നത്. അതേസമയം ഈ വേറൊരു ബ്രാഹ്മണരൊക്കെ പോകാൻ അങ്ങ് പോയപ്പോഴത്തേക്കും എനിക്ക് പാക്കണം, എനിക്ക് ശ്രീകൃഷ്ണനെ പാക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകൃഷ്ണനെ പാക്കത്ത് ഉനക്ക്
உனக்கு ஒரு சக்தி இல்லை, பலம் இல்லை, ஒண்ணுமே இல்லை, ஒரு இதுவும் இல்லாத உனக்கு எப்படி முடியும், அதனால பார்க்க முடியாதுன்னு சொல்லி ഒരുപാട് കളിയാക്കും. അത് ചിലപ്പോൾ തിരിഞ്ഞാ കൂടെ മറന്നു പോയിടുന്നത്. കളിയാക്കൽ ഒരിക്കലുമേ മനുഷ്യർക്ക് മറക്കാതെ. അതുമാതിരി ഒരുപാട് പരിഹസിച്ച് വിട്ടപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര സങ്കടം വരും. ഇവർ നേരെ യാദവന്മാരോ ചെയ്തത്. അപ്പൊ ഇവർ പോയിട്ട് ശിവന്റെ പോയിട്ട് തപസ് ചെയ്തിട്ട് ചൊല്ലുക, എനിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു പുള്ളവൻ, അവനെ ആരും ഒറ്റപ്പെടാതെ, പിന്നെ ദ്വാപര യുഗത്തിലുള്ള ആര് അവനെ കൊല്ലപ്പെടാതെ, രണ്ടാമത്തേത് അച്ഛൻ, അവിടെ അവന് ആയുധം വെച്ച് ആരും കൊല്ലപ്പെടാതെ, ഇപ്പടി 3 വരം തപസ് ചെയ്ത് ശിവൻ ചെയ്ത് இந்த காளையனோட அப்பா வாலிபர், എന്നിട്ട് അവന്റെ കാളയനെ പുറത്തണം. അപ്പൊ കാളയനക്ക് എല്ലാം ഇതെല്ലാം ഉണ്ട്, എല്ലാ ശക്തിയും വന്ന ചെല്ലുക, അവനെ ആരും കൊല്ലപ്പെടാതെന്നെല്ലാം വന്നപ്പോ ഏത് മനുഷ്യനും ഒരു ലെവലിന് മേലെ എല്ലാ പ്രോബ്ലം ഉണ്ടാകാൻ ഒരു അഹങ്കാരം എന്നുള്ളത് തനിയെ വരുത്താനും ചെയ്യും. അപ്പൊ ഈ അഹങ്കാരം കൊണ്ട് கொஞ்சம் അഹങ്കാരം കൊണ്ട് അവനെ എല്ലാരും അവന് താഴെ നിൽക്കണം എന്നുള്ള അതൊരു തോന്നലെല്ലാം വന്നത്. അപ്പൊ ഇത് മാറ്റണം എന്നുള്ളത് എല്ലാവർക്കും தெரியுமே, നമ്മൾ ഇതുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് മാറ്റണമേ. അന്ത സമയത്തിലാക്കും നമ്മൾ 50ാമത്തെ ഇതിൽ മാത്രവും ജരാസന്ധന കൊല്ലത്തിന് വേണ്ടി ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ കഷ്ടപ്പെടണം. അപ്പൊ മീൻസ് കഷ്ടപ്പെടുന്നതല്ല, അവ എന്താ ചെയ്ത ഇന്ത ജരാസന്ധനും കൂടെ ഉള്ളവാന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഭാരം കൊടുക്കപ്പെട്ട ആൾക്കാരാക്കും, നെഗറ്റീവ് ആൾക്കാരാക്കും. അപ്പൊ ആദ്യം ഒരു യുദ്ധത്തിന് വന്ന് ഇപ്പൊ ജരാസന്ധനെ കൊല്ലാൻ ചൊല്ലത ഇവ തിരുമ്പി വിടുക, എന്നത്തിന് വേണ്ടി കേട്ടാ ഇവിടെ തിരുമ്പി വിട്ടാൽ അടുത്തത് ഇവൻ കൂടെ ആരെല്ലാം ചേർന്നാണോ അവളെല്ലാം തിരുമ്പിയും വരിക. അപ്പൊ ഭൂമിയോട് ഭാരം അപ്പടി അത്രയ്ക്ക് നമുക്ക് കുറച്ചും കിട്ടലാൻ ചൊല്ലിയിട്ട് ഇവ തിരുമ്പി വിട്ടിട്ടിരിക്കാം. ഇപ്പടി വിട്ടിട്ടിട്ടതിനിടയിലാക്കും ഒരു നാളേക്ക്. അപ്പൊ ദ്വാരകം ഉണ്ടാക്കുന്നത് നേരത്തെ വായിച്ചു, ദ്വാരകം ഉണ്ടാക്കി കൃഷ്ണൻ എന്നെ ഇവർ ചൊല്ലമാതിരി അവനോട് ആൾക്കാരൊക്കെ അവർക്ക് സംരക്ഷിക്കണമെന്നില്ല. അപ്പൊ അവളെ എല്ലാവരും സംരക്ഷിച്ച് ദ്വാരകയില് ആക്കി വരും. എന്നാലും അർക്കും ഇല്ലാലും ഇവാളെല്ലാം പറയാം അവരുടെ രാജ്യത്തിലേക്ക് ജരാസന്ധൻ ഇപ്പൊ നിറയെ ആൾക്കാരുമായിട്ട് വരുവേ. അതുപോലെ അപ്പോഴായിരുന്നു നാരദ എനിക്ക് തോന്നിയത് ഇപ്പൊ വിചാരിച്ചാൽ വേണമാണ് എന്റെ കാലയാമനക്കും ഒരു വരണമേ. അപ്പൊ അവരൊരു വരും, നീ പെരിയ ആളാക്കുന്നെല്ലാം ചൊല്ലിയിട്ട് നടക്കാതെ യാതൊരു കാര്യമില്ല, ഒന്നേവിടെ പെരിയ ഒരാള് ഉണ്ട്, നീ അങ്ങ് പോയിട്ട് യാദവത്തിലാക്കും ഉള്ളത് ശ്രീകൃഷ്ണനാക്കും പേര് ചൊല്ലിയിട്ട് ഇവിടെ പാട്ടത്തിൽ കൂടിയെല്ലാം ഇരിപ്പെന്നെല്ലാം കൂടെ അന്ന് രൂപവും എല്ലാം വർണ്ണിച്ചു കൊടുക്കും. അവനിക്ക് പിന്നെ അന്നൊരു അഹങ്കാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടും അവനും അതുപോലൊരു പടയുമായിട്ട് വരും. ഇന്ന സൈഡിലെ ജരാസന്ധനില്ല. അപ്പൊ ശ്രീകൃഷ്ണൻ വിചാരിച്ചു ഇത് രണ്ടും കൂടെ വന്നു കഴിയാത്ത എന്നോട് ആൾക്കാർക്കല്ല, എന്നോട് ജനങ്ങൾക്ക് കഷ്ടം വരും. അപ്പൊ ജനങ്ങൾക്ക് കഷ്ടം വരാതിരിക്കുന്നതിന് വേണ്ടി ഓരോന്നായിട്ടും നമുക്ക് ചെയ്യാൻ முடியும். അപ്പൊ ബലരാമൻ നീ ജരാസന്ധനെ പറഞ്ഞ നീ പാത്തു പോ, പക്ഷെ ഞാൻ ഇപ്പൊ പറയും ചൊല്ലിട്ടുണ്ട് കാളയം വന സമയത്തിന് തന്നെ ശ്രീകൃഷ്ണൻ ഓടും. അപ്പൊ അവന് അഹങ്കാരം കൊണ്ട് അയ്യേ നീ എന്നെ കണ്ട് ഭയം തോറയാ, നീ പെരിയ ആളാക്ക് നടന്ന് എല്ലാവരും ചൊല്ലത്, എന്നിട്ട് നീ എന്നെ കണ്ട് ഭയം തോറയാ ചൊല്ലിയിട്ട് അവർ പതുക്കെ പോവർ. ഇവരിപ്പൊ പിടിക്കുന്ന പിന്നെയും ഓടുവർ. കൃഷ്ണഭഗവാന് தெரியாதൊന്നുമല്ലേ. அப்படி ஓடி போயிட்டாக்கும் இந்த அந்த குகைக்குள்ள போயிருக்க. இந்த குகைக்குள்ள போயிருக்கிறதையும் അത്രയും ഇവനിക്ക് അത് ഇതേപ്പറ്റിയൊന്നും ആലോചിക്കൾക്ക് വലിയ കഴിവില്ലാത്തവനായത് കൊണ്ട് അവനെന്നെ ചെയ്യാൻ ഇപ്പൊ തന്നെ ഓടിപ്പോയിരിക്കാം. അപ്പൊ തന്നെ അന്താണ് തൂക്കത്തിൽ കാച്ച ഇല്ല, അതൊന്നും ആലോചിക്കുന്നില്ല. അതൊക്കെ മറക്കരുത്. അഹങ്കാരം കൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല ശരിയെന്നുള്ള അതൊരു മട്ടില്ല. അല്ലാതെ ഒരു ശകല കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഇപ്പൊ പോയാളിപ്പോ തൂക്കുക ഇല്ല. അപ്പൊ അങ്ങ് പോയിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും ആഹാ ഇപ്പൊ നീ വന്നിട്ട് എന്നെ ഓടിച്ചിട്ട് വന്നിട്ട് നീ ഇങ്ങനെ തൂങ്ങ വെക്കുമാ എന്ന് ചൊല്ലി அந்த തന്നെ എഴുപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഇതൊന്നും தெரியாது. അവര് സുഖമായി എഴുതുന്നത് ഇവിടെ ഒന്ന് വാർത്താൽ ഇവർ ഭസ്മമായി പോയിട്ട്. അപ്പൊ അതാണ് ഇതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം പഠിക്കത്തുള്ളത്. എന്നെല്ലാം ഉണ്ടാകാനും നമ്മൾ ഭാഗവതം വാശിക്കണമെന്ന് ചൊല്ലാതെ അന്ന ഭാഗവതത്തിലുള്ള ഓരോ കഥയ്ക്കും ഒരു പൊരുളാണ്. ഇപ്പൊ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഒരു മനുഷ്യനെ കളിയാക്കപ്പെടാതെ അത് വലിയ അഹങ്കാരം വെച്ചിട്ടുണ്ടാകുന്നത് ഓരോ സംഭവം വാശിച്ച് കഴിയുന്നത് ഇതേ നമ്മൾ എന്നതാക്കും പഠിക്കത്തുള്ളതെന്ന് നമ്മൾ പാത്രത്തിൽ നമുക്ക് കൊഞ്ചം എന്നാതെല്ലാം കിട്ടും. നമ്മൾ ലേറ്റായിട്ടൊക്കെ തുടങ്ങിയിരിക്കും, എന്നാലും കൊഞ്ചമാത് കളിക്കട്ടോ. അപ്പൊ അപ്പടി ആക്കും അത്
ചെന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാകും ശരിക്കും മുഖ്യമന്ത്രിയോട് സ്തുതി എന്നില്ല. മുഖ്യമന്ത്രിയോട് സ്തുതി ചൊല്ലത്ത് അവർക്ക് നടന്ന കാര്യങ്ങളും ഭഗവാനോട് കാര്യങ്ങളുമായിട്ട് ചൊല്ലതാക്കും. അത് നമുക്ക് സ്തുതി എന്നുള്ളതല്ല, മുരുകൻ എന്നെല്ലാം ആക്കും അന്ന് സമയത്തിൽ വിചാരിച്ച്. അത് വളരെ 8-10-13 ശ്ലോകം തന്നെ ഉള്ളത്. അന്ന് 13 എണ്ണത്തിലേയും പക്ഷേ വളരെ നല്ല കാര്യങ്ങളൊക്കെ അവർ വിചാരിച്ചിരിക്കുക. എന്നാൽ ഭഗവാൻ എന്നത്തിനാണ് മുൻകൂതങ്ങളൊക്കെ പോലെ 2 കാര്യങ്ങളുണ്ട്. അവർക്ക് തെയ്യം കാലയങ്ങളെ കൊല്ലത്ത് മുൻകൂതൽ എത്താൻ പറ്റുന്നത്. പിന്നെ മുൻകൂതൻ പൂർവ്വജന്മത്തില് ഒരുപാട് ഭക്തിയുള്ള ആളായിരുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ ശിവന്റെ ഭക്തി, വിഷ്ണുവിന്റെ ഭക്തി, ഭക്തി മാത്രമുള്ള ഒരാൾ. നമ്മളുടെ ശിവൻ വരെ വിഷ്ണു വരെ തരണം, അവൾക്ക് ഒന്നുമില്ല, എല്ലാം ഒരേ വരണമെന്നില്ല. അപ്പോ ഭക്തിയോട് അങ്ങേറ്റമുള്ള ആളാണ് മുരുകൻ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഭഗവാന് തരും. അപ്പൊ അത് കുബേര് മുരുകൻ പറഞ്ഞപ്പോ അവൻ കണ്ണൂട്ടി പറഞ്ഞു വെച്ചാൽ അതാണ് പോയച്ചു. പക്ഷേ എപ്പോഴാകുമോ ജ്ഞാനം പറഞ്ഞിട്ട് അജ്ഞാനം പോകും. അതുപോലെ ഭഗവാൻ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കുബേരെ ഇരുട്ടില്ലേ, നല്ല അമ്പുടെ പ്രകാശം. അന്ന് പ്രകാശം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നെ ആലോചിച്ചപ്പോ ഭഗവാൻ ഇവിടെ പാത്തിട്ട് എന്നോട് അപ്പൊ എന്നെ നടക്കുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാവല്ലേ. അപ്പൊ അവർക്ക് എപ്പോൾ നിങ്ങൾ ആരും നമ്മളോട് അമ്മയാരും അപ്പൊ ആരും നല്ല കേവലത് ഞാൻ എത്രയോ ജന്മം എടുത്താച്ച് ഞാൻ എന്നെല്ലാമായിരുന്നത്, എന്നോട് പേരുന്നത് ഞാൻ ആരും തന്നെ ചൊല്ലണമാണ്. ഋഷിമാർക്കും മുനിമാർക്കും കൂടെ കംപ്ലീറ്റ് ചൊല്ലാൻ പറ്റാതെ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഓരോ അവതാരവും എടുക്കുന്നത് ഭൂമിയെ നന്നാക്കും, ഭൂമിയിലുള്ള ചീത്ത ആളുകളെ ചീത്ത എല്ലാം നെഗറ്റീവായിട്ടുള്ളതെല്ലാം കുറച്ച് നീക്കത്തും ഭൂമിയെ സന്തുഷ്ടിയാക്കത്തും ഞാൻ ഓരോ അവതാരവും എടുക്കുന്നത്. അതായത് നീ കേൾക്കുന്ന പോലെ അപ്പൊ ഇവർക്കല്ല ഞാനിവിടെ മാതാവിനോടുള്ള നീ ചൊല്ല പോലെ ഈസിയായി എനിക്ക് ചൊല്ലാൻ വേണ്ടിയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതിന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹംസന കൊല്ലത്തേക്ക് അന്ത ലിസ്റ്റ് മുഴുവൻ കൊടുക്കാൻ ആൾക്കാരെല്ലാം ഞാൻ ടൈം കൂടെ 10 സ്പീഡിലാക്കണേ. അപ്പൊ ഇവാളെല്ലാം ഇന്ന ആൾക്കാരെല്ലാം കൊല്ലത്തിലാക്കാൻ ഞാൻ വന്നത് ഇന്നതാക്കും ഇന്നെല്ലാം ചൊല്ലി ആരാക്കും എന്നുള്ളതെല്ലാം മുജുകുന്നത്തെ ചൊല്ലും. അപ്പൊ മുജുകുന്നം ചൊല്ല് ഞാൻ അവർക്ക് എന്നതൊന്നും അന്തപക്കം ചൊല്ലണമ്പോ സ്വാമിയെ കണ്ടാച്ചില്ല. സ്വാമിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഒന്നും അവർക്ക് വായന വരട്ടെ. പിന്നെ അവർ ചൊല്ലപ്പെട്ടതാക്കും നമ്മൾ മുജുകുന്ത സ്തുതി ചൊല്ല്. അപ്പൊ അവർ മുജുകുന്ത സ്തുതി അല്ല, അവരെന്ത് ഓരോന്നിനെയും ചൊല്ലപ്പെട്ടത് സാധാരണ മനുഷ്യർക്ക് നടക്കപ്പെട്ട കാര്യങ്ങളാണ് ചൊല്ല. അവർ ചൊല്ലപ്പെട്ടത് ആദ്യത്തെ ഇതിൽ ചൊല്ലപ്പെട്ടത് നമ്മൾ എന്താ മനുഷ്യ ജന്തുക്കൾ നമ്മൾ പലപ്പോഴും ഭാഗവത ജന്തുക്കൾ എന്ന് മാത്രമേ നമ്മളും അത് കൂടെ ഉണ്ടാകും. നമ്മൾ ഇപ്പൊ നമ്മൾ എടുക്കപ്പെട്ട ജന്തുക്കൾ എന്നുള്ളത് എടുക്കപ്പെടാതെ നമ്മൾ ഒരു ജന്തുവാണ്. അപ്പോ ജന്തുക്കൾ എന്നെ മായാതെ വഞ്ചിക്കപ്പെട്ടിട്ട് അന്നേക്കുള്ള ഭോഗത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടി മാത്രമാക്കും ജീവിക്കണം. ഇതിൽ യാതൊരു കാര്യമൊന്നുമില്ല. ഇതിനു വേണ്ടി മാത്രം ഇനിയും വേണം, അത് വേണം, ഇത് വേണം, ഇത്രയും കിട്ടില്ല, ഇതൊക്കെ മേലെ ഉള്ളത് എന്നത് വേണം. இப்படி ஆசிச்சு இந்த கிடைச்ச ஜீவனை அப்படியே அதுக்கு வேண்டி மாத்திரம் போமிக்கிறார். അതുപോലെ തന്നെ ഞാനും ഇരുന്നിരിക്കേൻ എന്നും അവർ മനസ്സിൽ വിചാരിച്ചിരിക്കണം. എന്നാൽ എല്ലാവരും இப்படி ചെയ്തുകൊണ്ടിരിക്കാതെ. പിന്നെ ലോകത്തിലെ മനുഷ്യൻ ജന്മം നടക്കുന്നത് ரொம்ப ദുർലഭം. എല്ലാവരും ചൊല്ലുവാനൊക്കെ പുഴുവിലേന്ന് തുടങ്ങി ഞാൻ പലരിലെ മാറിയൊക്കെ വന്നിട്ടിരിക്കും. അപ്പൊ ഇത്രയും ജന്മം കടக்கிறതില് എത്രയോ ജന്മം കടച്ചിട്ടാണ് നമുക്കൊരു മനുഷ്യൻ ജന്മം കടച്ചത്. അന്ന് മനുഷ്യൻ ജന്മത്തിലെയും സത്യം ചൊല്ല പോലെ ഒന്നെ വെട്ടി നടക്കി ഒന്ന് ചെയ്യാൻ വേണ്ടി കിടക്കപ്പെട്ട നമ്മളെ പോലുള്ള ജന്മം കടച്ചത് വളരെ സുഖം. നമ്മളെ പോലെ വേറെ ആൾക്കാരൊന്നുമില്ല. ഇത് കഴിയുന്നത് നമ്മളെ പോലുള്ള ജന്മത്തിൽ ഒന്നെ വെട്ടാതെയും കൊണ്ടാതെയും അഹിംസ ചെയ്യാതെയും എല്ലാം ഉള്ള ഒരു ജീവിതം നടക്കുന്നത് ரொம்ப ദുർലഭം. അന്ന് ദുർലഭമായിട്ട് കടച്ച ജീവിതത്തെ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വയ്ക്കും, സ്വാമിയെ വിചാരിക്കാൻ വയ്ക്കും. പിന്നെ ഇപ്പോഴിത് ഒരു പശു ഇപ്പൊ നമ്മളിന്ന് കിണറെന്നുള്ളതല്ല നമ്മുടെ ചൊല്ലനും അന്ത സമയത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഒരു കിണറോട് മേലെ നല്ല പുല്ലുണ്ടാണ്. അത് പൊട്ട കിണറാക്കുന്നത് തെയ്യാടയ്ക്കാൻ മേലുള്ള പുല്ല മാത്രം നിന്നുണ്ട്. അതുകൂടെ പെട്ടെന്ന് വിഴുന്നിട്ട് അതിലേക്ക് മേലെ കയറാൻ വിടിയാമൊക്കെയുള്ള എന്റെ സംസാര സാഗരത്തിൽ കിടക്കണമായി இந்த பசு விழுமே அதுபோലെയാണ് இந்த ലോകത്തിലുള്ള എല്ലാവരും വിഴുന്നിരുന്നത്. ഇത് വിഴുന്നു പോലെ അപ്പൊ അവർ ചൊല്ല ഞാൻ എല്ലാവരും വിഴുന്നിട്ടാ ചൊല്ല ഞാനും അതുதான் ചെയ്തിട്ടുണ്ട്. അതാണിത്. ഞാനും ഇത്ര നാള അഹങ്കാരത്തില് എനിക്ക് എല്ലാം എന്നെ ആരും ഓടിക്കാൻ പറ്റാതെ എന്നുള്ള അഹങ്കാരത്തില് ഭഗവാനെ പറ്റി ഒന്നും നനയ്ക്കാമ ഞാൻ ഇനിയും എല്ലാം വെട്ടിപ്പിടിക്കണം. ഇല്ല, ഒരു ചക്രവർത്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ ചേർക്കണം. അപ്പൊ അതിനു വേണ്ടി എന്നെല്ലാം ചെയ്താമോ
അതെല്ലാം മാത്രമാക്കി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലാതെ ഞാനും ഇത്ര നാളാ ഭഗവാനോ മുതുകുന്ന് അന്തൊക്കെ സമയത്തുള്ളതായിട്ടും ചോറാൻ ഭഗവാനൊക്കെ തരും. അതിന് പിന്നാലുള്ള ജന്മത്തിലെ മുതുകുന്ന് ഭക്തനായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത് ഭഗവാനൊക്കെ തന്നെ തരും, ആത്മാർത്ഥ தெரியாது. അപ്പോൾ ഇവർ ചൊല്ലാൻ ഞാൻ ഇന്ത ജന്മത്തിലെ മുഴുവൻ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി മാത്രം നടന്നിട്ടുണ്ടേനെ, അല്ലാതെ ഞാൻ നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാമോ പോയിട്ടേനെ എന്ന് ചൊല്ലാൻ. പിന്നെ ഒരു ചൊവ്വരട്ടെ അല്ലാണ്ട് എന്താ മനുഷ്യൻ ജീവിതത്തിൽ മനുഷ്യൻ ഉള്ള ഒരു ഇത് വെറും ജഡമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ചിത്രകേതു ഉപാഖ്യാന ഭാഷയ്ക്കകത്ത് ഇതിന് വന്നത് ചൊല്ലേനെ അതുമാതിരി എല്ലാം ജഡം തന്നെ. ഇത് പശുവോട് പാലിത് ഒരു മുടി എടുത്തിട്ട് അത് 1008 കീറിന അതിലുള്ള ഒരംശങ്ങൾക്ക് ഇന്ത കടന്നുള്ള ബഹളം മുഴുവൻ വയ്ക്കപ്പെട്ടത് ഞാൻ ശരി ഞാനത് ഇന്ന് എന്താ വേണ്ടി പോകുന്നോ എപ്പോഴും പറഞ്ഞോ പോലും നമുക്ക് தெரியாതില്ല. അപ്പോൾ അന്ത ഒരു ഇതിക്കൾ വരെ ഞാൻ എന്നുള്ള ഒരു ഭാവത്തെയും വെച്ചിട്ട് ഉള്ളതെല്ലാം ഞാൻ നശിപ്പിച്ചുകൊണ്ടിരുന്നിട്ടേനെ, എനിക്കെല്ലാം தெரியும் വിചാരിച്ച് ഞാൻ നശിപ്പിച്ചിട്ടേനെ, ഞാൻ ഒരുപാട് കണ്ടതെല്ലാം വെട്ടിപ്പിടിച്ചേനെ, ഇതെല്ലാം ഞാൻ ഇതെല്ലാം ഞാൻ എപ്പോഴും ചെയ്യുവേൻ. ഭഗവാനെ എനിക്ക് ഇതൊന്നും അല്ല ഇനി വേണ്ടത്, ഇനി എനിക്ക് മുക്തിയാക്കും വേണ്ടതെന്ന് ചൊല്ലാൻ. അപ്പോൾ സ്വാമിയും എന്നെ ചെയ്ത് ചിന്ന ചിന്ന ദുഃഖങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ചിന്നത് കൊടുക്ക. அந்த சின்னதுலேருந்து படிச்சாவது நீ எங்கிட்டவா, நீ எப்படியாவது சின்ன சின்ன துக்கம் கொடுப்ப, அதை சால்வ் பண்ணி கொடுப்ப. அப்படியெல்லாம் ചെയ്താൽ നീ ഇതിന്റെ വാദം ചൊല്ലത്തിന് വേണ്ടി ഒരിക്കലും എല്ലാ സുഖവും തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഓർക്കവേ മാറ്റും. അപ്പൊ അതിനല്ല ചിന്ന ചിന്ന ദുഃഖങ്ങളെല്ലാം തന്നത് അത് പെരിശാകാണെങ്കിൽ അതിന് അന്ന് ഒന്ന് ചെയ്തു കഴിയാത്ത അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പടി ചെയ്താലും നീ എന്റെ വാദം തൊള്ളത്തിന് വേണ്ടിയും നിങ്ങൾ ചില ചില ദുഃഖങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ இந்த യുഗത്തില് പശിച്ചിട്ട് നാക്ക് നീട്ടിയിരിക്കുന്ന പാമ്പ് വീട്ടൊക്കെ ഒരു ഇത് പോയി നിന്നാലും എപ്പോഴും ഇരിക്കും മുഴുകിയിടും എന്ന് ചൊന്ന പോലെ. ഇപ്പൊ കാലങ്ങളോട് കാര്യം ചൊന്ന പോലെ അവർ ചൊല്ലുന്നത് അതുമാതിരിയുള്ള ചീത്ത ആളുകളുടെ ചക്രത്തിൽ നീ എപ്പോഴും നിൽക്കാറ് ഉനക്ക് ആക്കവും തരും അഴിക്കവും തരും ഇല്ല, അഴുക്കത്തും ഉനക്ക് തരും. അപ്പോ ഒന്നെ പറ്റി വിചാരിക്കാതെ ഉനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യപ്പെട്ട ഒരു ജന്മം ഉണ്ടാകാൻ അന്റെ ജന്മം പാമ്പുകൊണ്ട് നാക്ക് നീട്ടി മുഖം പാമ്പുകളുടെ കിട്ടുമ്പോൾ തവളയെ പോലെയാകും. അത് രക്ഷകരമില്ല. അപ്പോൾ ജീവിച്ചവൻ നീ. അപ്പോൾ ഉനക്ക് നമുക്ക് സംഹാരവും തരും, സൃഷ്ടിയും തരും, രക്ഷികവും തരും, എല്ലാം നീതാൻ ചെയ്തുകൊണ്ടിരിക്കാൻ. അല്ലാതെ ഇതെല്ലാം ഞാൻ ഇപ്പൊ മനസ്സിലാക്കറേ, ഇപ്പോഴൊക്കെ മനസ്സിലാക്കുക നേരിട്ട് കണ്ടപ്പോഴൊക്കെ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കറിയുന്ന അവർ നേരിട്ട് ഭഗവാന്റെ എന്നുള്ള അവനെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കറിയേ, ഇപ്പോഴാക്കമേ ഞാനിതെല്ലാം തിരിച്ചറിയാറുണ്ട്. പിന്നെ ഒരു രാജാവായാലും ശരി, ഏത് ആത്മാവാനാലും ശരി, നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അത് തക്കനെയാക്കും. നമ്മൾ ഹിന്ദുക്കൾക്ക് എല്ലാമാനാലും പുനർജന്മം എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു രാജാവായിരുന്നാലും ശരി, മനുഷ്യനായാലും ശരി, ജന്തുവാനായാലും ശരി, അത് 3-4 വിധത്തിലാക്കും പോകും. ഒന്നില ഫലം ബാക്കിയുള്ള വേറെ പോലെ തന്നെ വെട്ടി കറി വെച്ച് കഴിഞ്ഞാൽ അത് മലമായിട്ട് പോകും ഇല്ല. പിന്നെ അല്ലാട്ടന കൃമി, പിന്നെ അല്ലാട്ടന ഭസ്മം, ചുട്ടെറിഞ്ഞാൽ ഭസ്മം. ഇതൊന്നും അല്ലാതെ വേറെ ഒന്നും അങ്ങ് പോകുന്നില്ലേ. അപ്പൊ ഞാൻ എന്നുള്ള സാധനം ഇത് 3 ഏതാണെന്ന് ഒന്നും ആകും. അപ്പൊ ഇതൊന്നും ആകാതെ എന്നെ വേണം ഭഗവാന്റെ പോണം. അത് ഭഗവാന്റെ പോണത്തിൽ ഞാൻ എന്നെ ചെയ്യണം. അത് മാത്രമാക്കും നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത്. അത് ഒരു ഇപ്പൊ എന്താ ചൊന്ന പോലെ ഇവ ചൊല്ലപ്പെട്ട ഇന്ത യുഗത്തിലെയോ ഒരെണ്ണം ഭാഗവത്തിൽ ചൊന്ന പോലെയുള്ള ജീവിതത്തിലെല്ലാം നമുക്ക് ഇനി പഠിക്കണമെന്നില്ല. ബട്ട് ഇന്ത പ്രാവശ്യം നമ്മൾ ഇന്നലെ ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ഭാഗവതം കേൾക്കണമല്ലോ. അത് കഴിഞ്ഞിട്ടാവുന്നത് നമ്മൾ കൊല്ലം കഴിയാത്ത നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാതിരിക്കുകയും നമ്മൾ നമ്മളെ തന്നെ തിരുത്തിട്ട് പാടാം. നമ്മൾ ഒരു ചിന്ന കാര്യങ്ങൾക്ക് ദേഷ്യം വല്ലാതെന്നില്ല. എന്നെ തന്നെയാണ് ഞാൻ കൂടുതൽ എനിക്ക് കൊച്ചിൻ്റെ കാര്യം കളിച്ചപ്പോഴും ഭയങ്കര ടെൻഷനാകും. അതെല്ലാം മാറ്റി നമ്മൾ കൊല്ലം കഴിയാത്ത നമുക്കത് മനസ്സ് ചൊല്ലും, അയ്യോ അവിടെ അല്ലായിരുന്നു വേണ്ടിയിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പോലും പോകാതെ നമ്മളോട് മനസ്സിൽ സമാധാനം തരണം, ടെൻഷൻ വരപ്പെടാതെ നമ്മൾ സമാധാനമായിട്ട് എല്ലാം ഇത് എന്നവോ അവർ ചെയ്തത് അതൊന്ന് തോന്നും. അപ്പോഴുള്ള ഒരു തോന്നൽ വന്നു കഴിയാത്ത നമുക്ക് സമാധാനം കിട്ടും. ചിലപ്പോൾ ആദ്യം നമുക്ക് പലതും തോന്നിയാൽ പിന്നെ സമാധാനം കിട്ടും. അപ്പൊ നമ്മൾ അതിനകത്ത് അന്ന് ദേഷ്യം ക്രോധം അതെല്ലാം നമുക്ക് മാറ്റി കൊടുക്കും. നമ്മളിപ്പോൾ ആദ്യം ഒന്ന് ചിലപ്പോൾ ദേഷ്യം അയ്യോ വേണ്ടാമായിരുന്നത് അത് നമുക്ക് സെക്കൻഡ് തോട്ടായിട്ടൊക്കെ പറഞ്ഞത്
തോന്നില്ല. അന്ന് സെക്കൻഡ് തോട്ടായിട്ട് വരാതേക്ക് ഭഗവാനെ എനിക്ക് തോന്നും. അപ്പോഴുള്ള ഒരു വിചാരമൊന്നും ഇല്ലാതേക്ക് എല്ലാവർക്കും നല്ല സന്തോഷം വരുന്നെങ്കിൽ മാത്രം വേഷത്തിൽ എനിക്കൊരു അപ്പടി തരണമേ എന്നും കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരിതെല്ലാം ചൊല്ലം പറഞ്ഞാലും ഇതെല്ലാം ഇന്നത്തെ കാലത്ത് കലിയുഗത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള അവരെ ആയിട്ട് ചൊല്ലിക്കവരപ്പെടുത്ത എല്ലാം കഴിഞ്ഞിപ്പോ ഒരു രാജാവാക്കും കളിപ്പാവയാക്കും രാജാവെന്ന് പറയുന്നത് എല്ലാം കളിച്ചരച്ച് അത് താഴെയുള്ള രാജാക്കൾ ചിന്ന രാജ്യങ്ങളെല്ലാം മടക്കി ഭരിച്ച് അവളെല്ലാം അവനോട് കീഴെ കൊണ്ടുവന്നിട്ട് എല്ലാം അപ്പോൾ കീഴെ കൊണ്ടുവന്നാൽ എന്നാ വെച്ചാൽ രാജ്യസഭയിലെ ബാക്കി അവരെ പോലെ ഇംഗുല ചിന്ന രാജ്യത്തിലെ രാജാവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളെല്ലാം ഇവരുടെ ദാസനാവാം. ഇവർ சொல்றத അവളെല്ലാം കേൾക്കണം. അപ്പടിയുള്ള ഒരു രാജാവാണെന്ന് വിചാരിച്ചാൽ പോലും അവനോട് ഗതി എന്നതെന്ന് വെച്ചാൽ അവന് പാവയാക്കും. ഒരു കൃഷ്ണമൃഗം ഒരു മാന എപ്പടി കളിപ്പിക്കാറാവുന്ന പോലെ ഇങ്ങനെ ഉച്ചയ്ക്ക് ബഹളമെല്ലാം വെച്ച് എല്ലാം വേണ്ടിയിട്ട് ഇവൻ സായങ്കാലം വീട്ടിൽ പോകാൻ അങ്ങ് പോർത്തയാക്കും. ഇവനോട് റാണിയോട് സഖിമാര സഹിതം ചൊല്ലുന്ന ഇവൻ ഒരു ചിന്ന കൃഷ്ണമൃഗം എപ്പടി ബാക്കി അവർക്ക് ചൊല്ലാൻ കേൾക്കുമോ അതുപോലെ അവനൊക്കെ ചൊല്ലാൻ കേൾക്കാൻ അവൻ തുറന്ന് കേൾക്കാൻ. അപ്പൊ സ്ത്രീ സംസർഗം വാർത്തയും മനുഷ്യർക്ക് എല്ലാ കടച്ചാലും അങ്ക പുറത്ത് അത് മൈനസ് ആയിപ്പോഴും. അപ്പൊ അത് തെറ്റുന്നല്ല അതിലൊരു ചൊല്ലരുത്. എല്ലാത്തിനും നമുക്കൊരു അളവ് വേണം ഇല്ല. അപ്പൊ അങ്ക പുറത്ത് പോകുമ്പോൾ ആൺകുട്ടിയായിട്ട് മാറാൻ അപ്പോഴെല്ലാം അതും ലോകത്തിലുള്ള ജീവിത രീതി. പിന്നെ വേദത്തിലെ ചൊല്ലതുപോലെ ഇനി അടുത്ത വേറൊരു സെറ്റ് എല്ലാം കടച്ചു എല്ലാം ശരിയായ ഇനി എന്നാ വേണം എനിക്ക് അടുത്ത ജന്മത്തിലെയും ഇതേപോലെ രാജാവായിട്ട് പുറക്കണം. അടുത്ത ജന്മത്തിലെയും ഞാൻ ഇതേപോലെ പരിശാകണം. അപ്പൊ ഇന്ന ജന്മത്തിൽ മനക്ക് ഞാൻ അതിലുള്ള സുഖമായി വെച്ചിട്ടില്ലേ ഇന്ന സുഖത്തിലൊന്നും മനക്ക് പോലെയാണെങ്കിൽ അപ്പൊ നീ ഇന്ന സുഖത്തില് ഭഗവാനെ കൂട്ടിട്ടെല്ലാം ജീവിക്കലാമേ. ഇനി അടുത്തത് ഹോമം യജ്ഞം എല്ലാം ചെയ്യുക കടച്ച ജീവിതത്തിൽ സുഖമായിട്ടൊന്നും എൻജോയ് பண்ணாതെങ്കിൽ ഇനി അടുത്ത ജന്മത്തിലേക്ക് അത് കിട്ടണേക്ക് ഇന്ന ജന്മത്തിലേ ഞാൻ അന്ധഹോമം ചേരെ ഇന്ന പൂജ ചേരെ അത് ചേരെ ഇത് ചേരയും തോന്നിയിട്ട് അടുത്ത ജന്മത്തിന് വേണ്ടി ഇന്ന ജന്മത്തെ ചെയ്തിട്ടുണ്ട്. അടുത്ത ജന്മം എന്നെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് தெரியாது. എന്നാലും അതിന് വേണ്ടി ഹോമം ചെയ്യരുത് പൂജ ചെയ്യരുത് എനിക്ക് അത് കിട്ടണം ചൊല്ലുന്നത് അടുത്ത ജന്മത്തെ ഞാൻ ഇത്രനായിട്ട് വരണം എന്ന് ചൊല്ലുന്നത് അതിന് വേണ്ടി പൂജ ചെയ്യാൻ ഇപ്പോഴെല്ലാം ചെയ്തും അത് ഉള്ള ജീവിതത്തെ നശിപ്പിക്കാറുണ്ട്. അപ്പൊ ഇനി ഇവിടെ പല ജന്മം എടുത്ത് സ്വർഗത്തിക്കും നരകത്തിക്കും പോയിട്ട് വന്നിട്ട് ഒരു എന്താ ചേർത്ത് ഇപ്പടി വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് നേരാക്കാൻ പറ്റാതെ എന്നുള്ള ഒരു ഇത് പറഞ്ഞ സമയത്തില് പിന്നെയാക്കും ദൈവത്തെ കൂപ്പണമ എന്നുള്ള ഒരു തോന്നലെല്ലാം വരും. അപ്പൊ അവർ ചൊല്ലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പിയെല്ലാം ഞാൻ ജീവിച്ചു. ഇനി എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ മനുഷ്യൻ ജന്മം സത്സംഗത്തിൽ ഓർത്തുള്ള ഒരു ചിന്ന തോട്ട് വരും. അതാക്കും ആദ്യത്തെ പടി. ഇത് ബുദ്ധിക്കുള്ള ആദ്യത്തെ പടി എന്ന് കൊല്ലപ്പെട്ടത് സത്സംഗത്തിൽ പോയി ഒക്കാരത്തിലുള്ള മനസ്സ്. അത് പോയി കഴിയാത്താൽ കൊഞ്ചനാൾ കഴിയുന്ന സമയത്തില് ആദ്യം പല ജന്മ പോലെ എല്ലാം പോയിട്ട് ഭഗവാനോട് തൃപ്പാദത്തേക്ക് പോണമാനാ. ഇപ്പൊ നമ്മളിപ്പോ 7 ദിവസം ആ ഭഗവാനെ പോണം ഭഗവാന്റെ പോണം ഇപ്പൊ ചൊല്ലിയിട്ടേ ഇരിക്കില്ല. ഭഗവാനെ പറ്റി വിചാരിക്കുന്നത് നല്ല സത്സംഗത്തില് പോകുന്നത് മാത്രം താൻ അത് കൂടുതൽ വരും. ചിലപ്പോ ഇൻഡിവിജ്വലായിട്ട് അത്രയും വരാറ്. അത് നല്ല സത്സംഗത്തിൽ പോയി ഒരാൾക്ക് നല്ല ബുദ്ധി വന്ന് അന്ന് നല്ല ബുദ്ധിയിൽ എന്ത് തിരുപ്പി പോയിട്ട് ബുദ്ധി കടക്കാത്തുള്ള ഒരു വഴി സത്സംഗമാക്കും. അതിനാൽ സത്സംഗത്തിൽ പോകണം. അതിൻ്റെ നിറയെ നാമം ജപിക്കണം. ഭഗവൻ നാമം മാത്രം മനസ്സിലിരിക്കണം. അപ്പൊ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായി ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് മാത്രം മനസ്സിൽ എപ്പോഴും ഇരിക്കണം എന്നുള്ള ഒരു വിചാരം വരും. പിന്നെ ഇത് കഴിഞ്ഞ് സ്വാമിയെ പാത്രത്തേക്ക് അവർക്കൊരു തോന്നൽ പറഞ്ഞത് ഓരോ രാജാക്കന്മാരായിട്ട് ആരുമായിട്ട് എല്ലാവരും 60 വയസ്സ് കഴിഞ്ഞാൽ 60 വയസ്സൊക്കെ ആക്ച്വലി നമുക്ക് ചൊല്ലി പോയി വീട്ടിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് 60 വയസ്സാകത്ത് കൂടൻകോട്ടുള്ള അഗ്നി ബ്രാഹ്മണൻ വളർത്ത് അമ്മയോട് ഡ്യൂട്ടിയാക്കും. കല്യാണം വരെ അന്ന് അഗ്നിയെ പ്രിയെ സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് കല്യാണത്തിലേക്ക് രാത്രി ഒരു ഹോമം കണ്ടുപോകേ അന്ന് അഗ്നിയെ 60-ാം കല്യാണത്തിലേക്ക് വരെ നമ്മൾ സൂക്ഷിച്ച് ഹസ്ബൻഡിന് വേണ്ടി അത് സൂക്ഷിച്ച് വെക്കണം. എന്നൊക്കെ അവ സംവിധാനം പണം എന്നെല്ലാം ആക്കും. അതെല്ലാം
വിടുവോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് കാട്ടിൽ പോകണം. ഇല്ല, കാട്ടിൽ പോയി ഇനി തന്നെത്താനെ അവനക്ക് അപ്പോഴും ചൊല്ലിക്കാരൻ അവനക്ക് ഓരോട് കൊണ്ടാടി ഇഷ്ടമുണ്ടാകാൻ കുട്ടിന് വന്നാൽ പോലും ചോദിക്കുന്നത്. അപ്പോൾ ആൾക്ക് പറഞ്ഞു ഇതിനകത്ത് പെണ്ണുങ്ങൾക്ക് എപ്പോഴും സംസാരത്തെ വീട്ടിലാണ് അവനവരുടെ കുടുംബത്തെ വിട്ട് പുറത്തേക്ക് മനസ്സ് ആണുങ്ങളോട് അത്രയും സ്പീഡാണ് വരാറ്. അപ്പോൾ അന്ന് തന്നെ അവിടെ വേണമെന്നാണ് വന്നാൽ കൂട്ടിയിട്ട് പോകാൻ പോലും അല്ലാതെ വലിയ വാനപ്രസ്ഥത്തേക്ക് പോകണം. നല്ല വാനപ്രസ്ഥത്തേക്ക് പോയി കഴിയാത്ത പിന്നെയും അതിൻ്റെ ബാക്കി പിന്നെയും പോകുന്നത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വേണമെന്നാണ് വന്ന് കഴിഞ്ഞിട്ട് നീ ഡിറ്റാച്ച്മെന്റിൽ ജീവിക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള ആഗ്രഹങ്ങളെല്ലാം തീർന്നില്ല. അപ്പൊ ഇതെല്ലാം ചെന്നപ്പോഴത്തേക്കും പിന്നെ അവർക്ക് തോന്നിച്ചാൽ നമ്മൾ ഭഗവാനെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ പഴയ കഥകളെല്ലാം ആലോചിച്ചിട്ടുണ്ടോ അല്ലേ. അപ്പൊ ഇപ്പൊ അവർ ചോട്ടെ എനിക്ക് 3 ഗുണം, തമോ ഗുണം, രജോ ഗുണം കളിച്ചാൽ നവയെ സമ്പത്ത് കിട്ടും. തമോ ഗുണം കഴിയുമ്പോൾ നവയെ ശത്രുക്കളെത്താൻ കിട്ടും. അതിനൊന്നും ഉത്സവങ്ങൾ പിന്നെ സാത്വ ഗുണം കൊണ്ടാണ് ഒരുപാട് പൂജകളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള വഴിയിലാണ്. പക്ഷെ എനിക്ക് ഇന്ന് മൂന്നെണ്ണത്തിന് എനിക്കിപ്പോൾ താല്പര്യമില്ല. എനിക്ക് ടോട്ടൽ ഡിറ്റാച്ച്മെന്റ് ആണ് വേണ്ടത്. എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ഒപ്പളോട് പാദം മാത്രം പോലും എനിക്ക് എത്രയും വേഗം ഒപ്പളോട് പാദത്തിൽ പോയി എത്തണം എന്നുള്ള ഒരു തോന്നൽ മാത്രം തന്നെ എനിക്ക് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഞാൻ വിട്ടുകൂടാൻ. അത് എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറയാം. ഇതിന്റെ 3 ഗുണങ്ങളുടെയും കൂടെ സാധാരണ നമ്മൾ സാത്വ ഗുണം അരിക്കണം അന്ധഗുണങ്ങളും കൂടെ 3 ഗുണത്രയവും കൂടെ എനിക്ക് വേണ്ട എന്നാ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാച്ച് എനിക്ക് ആധ്യാത്മികം, ആദിഭൗതികം, എനിക്ക് 3 വിധത്തിലുള്ള അന്തസുഖങ്ങളും എനിക്ക് വേണ്ട. അതായത് അത് കളച്ചാച്ച് അത് കളയ്ക്കാത്ത നിറയനാണെങ്കിൽ സുഖമായിരിക്കും, നിറയനാണെങ്കിൽ ദുഃഖമായിരിക്കും. കൊല്ലം നേരം സുഖം കളയ്ക്കാത്തത്. പിന്നെ ഇത് പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്ക് സുഖം കളയ്ക്കുന്നത്. പക്ഷെ ഇത് പഞ്ചേന്ദ്രിയങ്ങളാൽ കളയ്ക്കപ്പെട്ട സുഖങ്ങൾ പലപ്പോഴും നമ്മൾക്ക് ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കും. അസുഖയെ അന്മാരിയുള്ള അത് ചിതകളുണ്ട്, അത് നമ്മുടെ കൂടെ വരും. അപ്പോൾ അന്ധസുഖങ്ങളും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അതിനാൽ വേറെ ഒന്നും വേണ്ട. അവളോട് കൂടെ നമ്മളോട് പാദത്തിന് എനിക്ക് വന്ന് ഇപ്പം എത്തണം എന്ന് ചൊല്ലാം. പക്ഷെ ഇത് എത്തണം എന്ന് ചൊല്ലത്തെയും ഭഗവാന്റെ ഇതെല്ലാം ചൊല്ലി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ചൊല്ലപ്പം ഭഗവാൻ ശരി കുഞ്ഞുകുന്തലോട് വായനയെന്തായാലും ഇത്രയും നമ്മൾക്ക് ഭഗവത്തിനെ ചൊല്ലിയിരിക്കുന്നത് ഇതെല്ലാം ചൊല്ലിയിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനെല്ലാം നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വായിക്കണം എന്നുള്ളൊരു വായിച്ച് ഉൾക്കൊണ്ട് അപ്പൊ ഇന്നതെല്ലാം നമ്മൾ ചെയ്യപ്പെടാതെ ഇന്നതെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ വേണ്ടിയാക്കി ഇത്രയും ഇതായിട്ട് ഭഗവാൻ ചൊല്ലിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ചൊല്ല് നീ ഇത് പിന്നാലെ നിറയെ ഇത് ചെയ്തില്ല ഭക്തിയാകും വന്നത്. അപ്പൊ അതിനാലെയൊക്കെ ഞാൻ അവന്റെ ദർശനം. അപ്പൊ ഇങ്ങനെ ചൊല്ലേ എത്ര ആൾക്കാർ എത്ര തപസ്സെല്ലാം ചെയ്ത് എന്നെല്ലാം ചെയ്തിട്ടാകും ഉങ്ങളെ പാപ്പ ഞാൻ ഒന്നും ചെയ്യാതെ എന്നോട് കിട്ടൊക്കെ വന്നിട്ട് നിങ്ങൾ എനിക്ക് ദർശനം തന്നാണെന്ന് പറയാൻ എന്നെപ്പോലെ ഭാഗ്യവാൻ ലോകത്തിലെ അറിയാമില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടിടത്തിൽ ഓടിപ്പോയി നിന്നാലും ഭഗവാൻ ദർശനം കൊടുത്തില്ല. അപ്പൊ ഇതിലും വലിയ ഭാഗ്യം എനിക്ക് കണക്കെടുക്കില്ലേ. അതാണ് ഞാൻ ഇപ്പോഴേ ഉങ്ങളോട് പാദത്തിലെ ഭക്തികാലം ഞാൻ ആശിക്കറിയുന്നത്. അപ്പൊ ഭഗവാൻ ചൊല്ലുക ഇല്ലേ നീ ഇതിന് പിന്നാലെ ജന്മത്തിലെയും എല്ലാം നിറയെ ഭക്തിയായിരിക്കുക. അതിനാൽ ഞാൻ അവർക്ക് ദർശനം നടത്തിട്ട് വന്നേ. 2 കാരണം ഉണ്ടായിരുന്നു ഭാഗത്തന്നെ. രണ്ടാമത്തെ കാര്യം നീ ഇപ്പൊ ഉനക്ക് എങ്കിട്ട് പറയാൻ முடியாது. നീ ചെയ്തതെല്ലാം രാജധർമ്മമാക്കും. അടുത്ത രാജ്യത്തെ വെട്ടിപ്പിടിക്കരുത്, അത് പിന്നെ യുദ്ധം ചെയ്യരുത്, നായാട്ടിന് പോകുന്നത്, ഇതെല്ലാം രാജധർമ്മത്തിന് ഓക്കെ. ക്ഷത്രിയധർമ്മം അതൊക്കെ ഓക്കെ. പക്ഷേ ഇതിൽ എല്ലാം പാവങ്ങളുണ്ട്. പാവങ്ങളെല്ലാം ഒന്നേനെ ഇരിക്കും. അത് മുഴുവനായിട്ട് അവർക്ക് പോയിട്ടില്ല. അതിനാൽ ഇനി നീ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഉനക്ക് ഇന്ന് ഇത് കഴിഞ്ഞാൽ ഉനക്കൊരു ബ്രാഹ്മണ ജന്മം കഴിയും. அந்த பிராமண ஜென்மத்துல நீ பிராமண தர்மம் അനുസരിച്ച് ജീവിക്കണം. அப்படி ജീവിച്ചാൽ உனக்கு തീർച്ചയായിട്ടും മുക്തി കിട്ടും. ഉനക്ക് എങ്കിട്ട വരല എന്ന് ചൊല്ലുന്നത്. അപ്പൊ இந்த பிராமண தர்மத்துல വേണ്ടി ജീവിതത്തെ எப்படி ഇരിക്കണം എന്നുള്ളതാണ്. ജീവിത വിചാരം കൂടാതെ ഭഗവത് സ്മരണ വേണം. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തക്ക വിധം നമ്മൾ ബ്രാഹ്മണോ ഭോ ജനപ്രിയാഹ നമ്മളത് തെളിയാക്കി ഭോ ജനപ്രിയാഹ അല്ല ഭോ ജനപ്രിയ. അതായത് കൂടെയുള്ള ഒരാൾക്ക് ഒരു 10 പേരുടെ കൂട്ടത്തില് അതിലൊരു ബ്രാഹ്മണൻ ഉണ്ടാക്കാൻ അവനോട് പ്രവൃത്തി ഇട്ടിരിക്കണം എന്ന് വെച്ചാൽ ബാക്കി 9 പേർക്കും അവനോടൊപ്പം ഒരു റെസ്പെക്ട് തോന്നും, ഒരു സ്നേഹം തോന്നണം. അവർക്ക് ഇത് ചീത്ത
ചീത്ത ഇതൊന്നും വെളിയിൽ വരുത്താതെ അപ്പടി ഉള്ളവനായിട്ട് അപ്പടി എല്ലാവർക്കും ഇഷ്ടപ്പെടപ്പെട്ടവനായിട്ട് അപ്പടി ഒരു കാലം ഉണ്ടായിരുന്നത്. അതെല്ലാം നമുക്ക് എവിടെയെല്ലാമോ മാറി എവിടെയെല്ലാമോ ആയിപ്പോയിട്ട് ഇപ്പൊ നമ്മളങ്ങനെ കളിയാക്കാൻ കാലമായിട്ട് ഇല്ല. അപ്പടിയൊന്നും അല്ലാതെ അതെല്ലാം നമുക്ക് ചൊല്ലാം. നമ്മൾ ഭാഗവതം ചൊല്ലാത്ത എപ്പിടിയാകുമോ ബ്രാഹ്മണ ധർമ്മം വെച്ച് ജീവിക്കണം അതുപോലെ ജീവിച്ച് ഒരു മനുഷ്യൻ ഇപ്പോ ഒരു ജന്തുവിന് ചൊല്ലാൻ പോലും അതിൽ എല്ലാം അടങ്ങിയിട്ടും ഒന്നേ പോലാതെ ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന ജഡബന്ധനം നടക്കുന്ന സമയത്തില് പലക്കും കുലിക്കുന്നത് എന്നതിനാല് ഒരു ഇളവ പോലും ഉപദ്രവിക്കപ്പെടാതെന്ന് വിചാരിച്ചിട്ടാകും ജഡബന്ധനം നടക്കാറില്ല. അതമാതിരി നമ്മളാൽ കഴിയുന്നതും ഒന്നേ ഉപദ്രവിക്കാതെ ആർക്കും മനസ്സിന് സങ്കടം കൊടുക്കാതെ ഭഗവൻ വിചാരം മാത്രം വെച്ചിട്ട് നീ ജീവിച്ച് ഉനക്ക് തീർച്ചയായിട്ടും എങ്ങോട്ട് വരം മുടിക്കും. ബ്രാഹ്മണധർമ്മം അതനുസരിച്ച് അത് അനുഷ്ഠിച്ച് ജീവിക്കപ്പെട്ടവർക്ക് ഭഗവാന്റെ ഭക്തക്ക് വലിയ കഷ്ടമില്ല എന്നുള്ളത് ലാസ്റ്റ് അതിന്റെ അന്ന് മീനിങ്ങിൽ അപ്പടിയേ വന്നിട്ട് അതനുസരിച്ച് ജീവിക്കപ്പെട്ടവർക്ക് എങ്കിട്ട് ഭക്തക്ക് വലിയ കഷ്ടമില്ലേ. അപ്പൊ മുക്തിയും ഉനക്ക് ரொம்ப എളുപ്പമായിട്ട് കടക്കും. ഇല്ല ഇപ്പൊ ഇതിൽ ചോദ്യം എനിക്ക് ഒരു കാര്യം മാത്രം ഇത് ചൊല്ലാക്കി പറഞ്ഞില്ലേ, നമ്മുടെ ടോട്ടൽ ഡിറ്റാച്ച്മെന്റ് ഒന്നിലേയും ആശ വെച്ചിപ്പെടാതെ ചൊല്ലാം. ശരിயான ഭക്തർക്ക് ഭക്തി മാത്രം ഭഗവാനെ മാത്രം വിചാരിക്കപ്പെട്ട ആൾക്ക് മുഖമനുഷ്യത്തി വരച്ചപ്പോ അതിലൊരു വരി വന്നിருக்கு. നല്ല ഭക്തൻ എല്ലാത്തിനും ഡിറ്റാച്ച്മെന്റിനുള്ളവൻ എവിടെ ഇരിപ്പെന്ന് കേട്ടാനാക്കാം. ഒരു പാറാങ്കല്ലും ഒരു ഇത്രയുള്ളൊരു പാറാങ്കല്ലും ഒരു സുന്ദരിയായ യുവതിയോട് നല്ല ലിപ്സ് നല്ല ചുണ്ടുകളും കണ്ട ഇത് രണ്ടും കണ്ട ആർക്കും ഒന്നും തോന്നാം. ഇത് രണ്ടും അവൻ ഒന്നുപോലെ വിചാരിക്കാൻ അപ്പടിയാക്കുന്ന ടോട്ടൽ ഡിറ്റാച്ച്മെന്റ് ഇതൊന്നും വേണ്ട, എല്ലാം ഒന്നാക്കും, ഒന്നും എല്ലാമേ ഒന്ന് എന്ന് വിചാരിക്കുക എന്നുള്ളതാണ് അതിൽ ചൊല്ലിയിരുന്നത്. അപ്പൊ പെട്ടെന്ന് എനിക്കിപ്പോ അത് ഓർമ്മ. അപ്പൊ അതുമാതിരി ഭഗവാനെ എല്ലാവർക്കും നല്ല ബുദ്ധിയും സദ്ബുദ്ധിയും എല്ലാം കൊടുത്ത് എല്ലാം നമ്മൾ കേട്ടപാടും നമ്മൾ ഇത് പോയിട്ട് നമ്മൾ വീട്ടിലെ കൊല്ലം നമ്മൾ ചൊല്ലുമ്പോൾ ചെല്ലാനൊക്കെ മതി. അപ്പൊ ഇങ്ങനെ കേൾക്കപ്പെട്ടവർക്കും ഇതും എല്ലാവർക്കും ദൈവം എല്ലാ അനുഗ്രഹവും കൊടുക്കണം, ഭോഗത്തിനും മോക്ഷത്തിനും എല്ലാ കാര്യവും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിപ്പോ നിർത്തിക്കരെ. നാരായണ നാരായണ നാരായണ